മാർബിൾ അല്ല, ടൈൽസ് ആണ്. ഈ ടൈൽസ് ഹായ്, നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ചെറിയ ബഡ്ജറ്റിൽ വലിയ കൊട്ടാരം എന്ന് പറയാറില്ലേ, അതുപോലെ ശരിക്കും ചെറിയ ബഡ്ജറ്റിൽ വലിയൊരു കൊട്ടാരമാണ് ഈ കാണുന്ന വീട്. ഈ വീട് 4.5 സെന്റില് 1650 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ ഏരിയാസും യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം സ്പേസ് കൊടുത്തിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവര് വീടിന്റെ സിറ്റ് ഔട്ട് വാളായാലും അതേപോലെ തന്നെ ഷോ വാളായാലും സെറ്റ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് കളറിൽ വരുന്ന ചെങ്കല്ലിട്ടാണ്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ബെറ്റർ ഫീലിംഗ് ആണ് ആ ഡാർക്ക് ഷെയ്ഡ് വന്നപ്പോൾ. കൂടാതെ ബ്ലാക്ക് റീപ്പറും കൂടിയിട്ട് അതിൽ ഹൈലൈറ്റ് ആയിട്ട് വന്നപ്പോൾ ഒന്നുകൂടി ബെറ്റർ ഫീലിംഗ് ആണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് വീടൊന്ന് കയറി കാണാം. സിറ്റ് ഔട്ടിന് നേരെ കയറി വരുന്നത് ഈ ഒരു ലിവിങ് ഏരിയക്കാണ്. ഈ ലിവിങ് ഏരിയ ചെറിയ സ്പേസിൽ തന്നെ മാക്സിമം ഏരിയ യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ ഇവർ നന്നായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരേ ടൈമിൽ 6 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവർ ഈ വീടിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ തന്നെ TV യൂണിറ്റും അതുപോലെ തന്നെ ലിവിങ്ങിൽ ഇരുന്നാലും ഡൈനിങ്ങിൽ ഇരുന്നാലും TV യൂണിറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ഡൈനിങ്ങിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫ്ലോറിംഗ് ആണ് കേട്ടോ. ഈ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ മാർബിൾ അല്ല, ടൈൽസ് ആണ്. ഈ ടൈൽസ് എംബിറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ലാസ വൈറ്റ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ് ഇവർ ഓൾറെഡി ഈ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഈ വീടിന്റെ എല്ലാ ടൈൽസും സാനിറ്ററീസും എല്ലാതും ബെസ്റ്റ് ടൈൽസ് എന്നാണ് ഇവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വീടിന് ശരിക്കും ഒരു ഹൈലൈറ്റ് ചെയ്ത് തോന്നുന്നത് ഈ ഫ്ലോറിംഗ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ഒന്ന് നോക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ വീടിന്റെ ഒരു സ്പേസ് പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല. മാസ്റ്റർ ബെഡ്റൂമിലാണെന്നുണ്ടെങ്കിൽ ബെഡിനോട് അടുത്തിട്ടാണ് ഇവര് വാൾറോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബെഡ്റൂമിൽ തന്നെ ഒരു സെറ്റിംഗ് ടേബിള് ഇവര് ഡിസൈൻ ചെയ്തിട്ടുണ്ട് വിത്ത് മിറർ. ഈ വീടിന് മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ശരിക്കും ഗ്ലോസി ആൻഡ് വുഡ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോക്സി ലൈനിലാണ് ഇവർ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. ശരിക്കും ജോയിന്റ് ഫ്രീ ആയിട്ടാണ് ഈ ഒരു ബാത്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഇവരെ വർക്കേഴ്സിന് തന്നെ കൊടുക്കണം കേട്ടോ. ഇത് ഈ വുഡ് ആൻഡ് വൈറ്റ് തീമിലായതുകൊണ്ട് തന്നെ ഈ ബാത്റൂമിനെ കാണാൻ നല്ലൊരു ലക്ഷറി ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ സാനിറ്ററി ഒക്കെ ഒരു സിംഗിൾ പീസിൽ തന്നെ സൊറോണോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ 60 ക്ലോസറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 60 ക്ലോസറ്റിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ഫ്ലഷിൽ തന്നെ ഇതിന്റെ വേസ്റ്റേജ് വലിച്ചെടുത്ത് പോകുന്ന സിസ്റ്റം ആണ്. അതുപോലെ തന്നെ വാഷ് ബേസിൻ പറഞ്ഞ സിംഗിൾ പീസ് വാഷ് ബേസിനാണ് ഇവർ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ടൊരു മിററും ലൈറ്റും കൊടുത്തപ്പോൾ ശരിക്കും ഇതിന് നല്ലൊരു ലുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ സ്റ്റെയർ ഒരു മറ്റൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ശരിക്കും ഈ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ലെപ്പോത്ര ഗ്രാനൈറ്റിലാണ് ഇതിന്റെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ സ്കേർട്ടിംഗ് ആയിട്ട് നമ്മുടെ ടൈൽസും കൂടി കൂടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെയർ കാണാനായിട്ട് ഒരു കർവ് ഡിസൈനിലാണ് സ്റ്റെയർ ചെയ്തതുകൊണ്ട് തന്നെ നന്നായി ഹൈലൈറ്റ് ചെയ്ത് ഈ ഹാളിൽ നിൽക്കുന്നുണ്ട് ഈ സ്റ്റെയർ. ഇനിയിപ്പോ വാശേരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനോ വൈറ്റ് ഫുൾ ബോഡി ടൈലിലാണ് ഇവര് കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതില് വാഷ് ബേസിൻ ആണെന്നുണ്ടെങ്കിൽ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായതുകൊണ്ട് നല്ലൊരു ഹൈലൈറ്റ് ആണ്. അതേപോലെ തന്നെ ഇവര് മിറർ സെറ്റ് ചെയ്തിട്ടുള്ളത് ടച്ച് മിറർ ആണ്. അതും കൂടി വന്നപ്പോൾ നല്ലൊരു ഹൈലൈറ്റ് ആണ്. ഡൈനിങ്ങിൽ നിന്ന് നേരെ വരുന്നത് തന്നെ കിച്ചണിലേക്കാണ്. കിച്ചണിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചൺ സ്ലാബ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗാലക്സി ഗ്രാനൈറ്റിലാണ്. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. മറ്റൊരു ഹൈലൈറ്റ് ആട്ടോ ഈ കിച്ചൺ സിങ്ക് ഏരിയ. ഈ സിങ്ക് ഏരിയ ഹാൻഡ് മെയ്ഡിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിലും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിങ്ക് ഏരിയ ഇവർ ചെയ്തതായിട്ട് ഡിസൈൻ കണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ബോർഡർ ഡിസൈൻ ആയിട്ട് ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് ഇറക്കി വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്രം മോറുമ്പോഴോ അല്ലെങ്കിൽ കഴുകുമ്പോഴൊക്കെ വെള്ളം പുറത്തോട്ട് തെറിക്കാതിരിക്കാനായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇപ്പൊ പ്രത്യേകം വീട് പണിയൊരു ഈ ഒരു ഡിസൈൻ നോട്ട് ചെയ്ത് വെച്ചോ, ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് കൂടാണ്ട് തന്നെ ഇവർ ചെയ്തിട്ടുള്ള സിങ്ക് ടാപ്പ് ഓൾറെഡി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഏരിയയിലോട്ടും അഡ്ജസ്റ്റബിൾ ആണ് ചെയ്യാനായിട്ട്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ഇവർ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫുള്ളി വൈറ്റ് ആണ് കിച്ചന്റെ വാൾ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചൺ കബോർഡ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റ്
കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് ഏരിയ ഒക്കെ ഇതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് 100 സ്റ്റോറേജ് ഏരിയ പോലെ തന്നെ ഇതിന് നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ. ഇതൊക്കെ നിങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ, വീട് പണിയണവരായിട്ട് നന്നായി യൂസ്ഫുൾ ഉള്ളൊരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് താമരശ്ശേരിയിലാണ്. താമരശ്ശേരി സുനീറ അനീഷ് എന്ന ദമ്പതികളുടെ വീട്ടിലാണ്. ഈ വീടിന് ഒരു പാസ്റ്റ് ഉണ്ട്. ഈ വീടിന്റെ പഴയ ലുക്കാണ് ഈ കാണുന്നത്. ഇത് കംപ്ലീറ്റ്ലി പൊളിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു വീട് ഉണ്ടാക്കിയത്. ഈ വീട് അവരെ കൺസെപ്റ്റിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് എടുത്ത് പറയേണ്ടത് ഇതിന്റെ ടൈൽസ് വർക്കും മറ്റുള്ള എല്ലാ വർക്ക്സും ചെയ്തിട്ടുള്ളത് ഇവർ തന്നെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള വർക്കറാണ്. അപ്പൊ ആ വർക്കറുടെ കോൺടാക്ട് നമ്പർ ആർക്കും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും, നമ്മൾ നമ്പർ എന്തായാലും അയച്ചു. എന്നത്തെ പോലെ ഹാപ്പി കസ്റ്റമറിന്റെ ഭാഗമായിട്ട് നമുക്കൊരു കേക്ക് കട്ടിങ്ങും അതേപോലെ തന്നെ കസ്റ്റമർ റിവ്യൂ ഒന്ന് നോക്കാം. ഇത് നമുക്ക് കസ്റ്റമറിനോട് നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങൾ ഫസ്റ്റിൽ തന്നെ പോയൊരു ഷോപ്പായിരുന്നു ബെസ്റ്റ് ടൈൽസ്. അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റിൽ കണ്ട ടൈൽ തന്നെയായിരുന്നു ഇത്. അത് ഇഷ്ടപ്പെട്ടു, സെലക്ട് ആക്കി. അത് മാത്രമല്ല അവിടുത്തെ സർവീസ് നല്ല സർവീസായിരുന്നു. ഇനി ആർക്കെങ്കിലും ടൈൽസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈൽസിലേക്ക് സജസ്റ്റ് ചെയ്യുന്നു.